കോഴിക്കോട് ഗോവിന്ദപുരം സ്വദേശി ദീപക് ജീവനൊടുക്കിയ കേസിൽ പ്രതി ഷിംജിതയ്ക്കായി പോലീസ് കസ്റ്റഡി അപേക്ഷ നൽകി. കുന്ദമംഗലം കോടതിയിലാണ് കസ്റ്റഡി അപേക്ഷ നൽകിയത്. 5-ന് കസ്റ്റഡി അപേക്ഷ കോടതി പരിഗണിക്കും. ആകാശ് തടത്തിൽ വിവരങ്ങളുമായി ചേരുന്നു. ആകാശ്, എന്തൊക്കെയാണ് നടപടിക്രമങ്ങൾ? ആനന്ദ് സൂചിപ്പിച്ചതുപോലെ തന്നെ കുന്ദമംഗലം കോടതിയിൽ മെഡിക്കൽ കോളേജ് പോലീസ് ഇപ്പോൾ ഷിംജിതയ്ക്കായുള്ള കസ്റ്റഡി അപേക്ഷ നൽകിയിരിക്കുന്നു. നമുക്കറിയാം, കഴിഞ്ഞ ദിവസമായിരുന്നു ഷിംജിത സെഷൻ കോടതിക്ക് ജാമ്യാപേക്ഷ സമർപ്പിച്ചത്. കുന്ദമംഗലം കോടതിയിൽ നിന്നും ജാമ്യം അനുവദിക്കാത്തൊരു സ്ഥിതിയിലാണ് ഇത്തരത്തിൽ കോഴിക്കോട് സെഷൻ കോടതിയിൽ ജാമ്യം അപേക്ഷിച്ചത്. അതിന് പിന്നാലെയാണ് പോലീസിന്റെ ഭാഗത്തു നിന്നുള്ള ഒരു നീക്കം. പോലീസ് ആദ്യം തന്നെ കസ്റ്റഡി വേണ്ട എന്നായിരുന്നു സൂചിപ്പിച്ചിരുന്നത്. ബസ്സിലുള്ളവരുടെ അടക്കം മൊഴികൾ രേഖപ്പെടുത്തിയ സാഹചര്യത്തിലായിരുന്നു ഇത്തരത്തിൽ കസ്റ്റഡി വേണ്ട എന്ന് പറഞ്ഞിരുന്നത്. എന്നാൽ ഇപ്പോൾ ഹൈക്കോടതി സെഷൻ കോടതിയെ ഷിംജിത സമീപിച്ചപ്പോൾ കൂടുതൽ പോലീസ് പ്രതിരോധത്തിലാവുമെന്ന് തോന്നി. കാരണം ഷിംജിതയ്ക്ക് ജാമ്യം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ലഭിക്കുമെന്നൊരു സൂചന പുറത്തു വന്നിരുന്നു. ഈ പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ മെഡിക്കൽ കോളേജ് പോലീസ് ഇപ്പോൾ കുന്ദമംഗലം കോടതിയിൽ ഷിംജിതയ്ക്കായുള്ള കസ്റ്റഡി അപേക്ഷ നൽകിയിരിക്കുന്നത്. 5-നുള്ളിൽ കസ്റ്റഡിയിൽ എടുക്കുമെന്നാണ് ഇപ്പോൾ കിട്ടുന്ന വിവരം. കൂടുതൽ ഫോറൻസിക് തെളിവെടുപ്പ്, മൊബൈൽ പരിശോധന എന്നീ കാര്യങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ പോലീസ് നീക്കമായി മുന്നോട്ട് പറയുന്നത്. കൂടാതെ തന്നെ ഷിംജിതയ്ക്ക് ഇപ്പോൾ മഞ്ചേരി ജയിലിൽ തുടരുകയാണ്. ഈ സാഹചര്യത്തിലായിരുന്നു കഴിഞ്ഞ ദിവസം ഇത്തരത്തിൽ കുന്ദമംഗലം കോടതി ഷിംജിതയുടെ ജാമ്യാപേക്ഷ പരിഗണിക്കുകയും കൂടാതെ ജാമ്യം തള്ളുകയും ചെയ്തത്. ഈ സാഹചര്യത്തിലാണ് പിന്നീട് ഷിംജിത കോഴിക്കോട് സെഷൻ കോടതിയെ സമീപിക്കുകയും ചെയ്തത്. അതിന്റെ വരും ദിവസം അതിന്റെ കോടതി പരിഗണിക്കാൻ ഇരിക്കെയാണ് ഇത്തരത്തിലുള്ള നീക്കം. ശരി ആകാശ്, വ്യക്തമാണ്. സമൂഹ മാധ്യമങ്ങളിലൂടെ അപകീർത്തിപ്പെടുത്തിയതിനെ തുടർന്ന് മനം തൊന്ന് ജീവനൊടുക്കിയ ദീപകിന്റെ കേസിലാണ് ഇപ്പോൾ ഷിംജിതയ്ക്ക് വേണ്ടി പോലീസ് കസ്റ്റഡി അപേക്ഷയുമായി കോടതിയിലേക്ക് നീങ്ങുന്നുവെന്ന വിശദാംശങ്ങൾ ആകാശ് പങ്കുവച്ചത്.